ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മന്തിയാണ്. അപ്പോൾ നമുക്ക് വേഗം ഒരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഓതൻറ്റിക്കൽ രീതിയിലുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മന്തിയുടെ തന്നെ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മസാലയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ ഈ പൊടിച്ചെടുത്തത് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല, ഒരു ചെറിയ ചെറിയ തരി തരിയായിട്ട് പൊടിച്ചാൽ മതി. ഇത് 1 കിലോ ചിക്കനാണ്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ജാറിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് 2 ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി 5 അല്ലികളും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. നമ്മൾ ഇതിലേക്ക് വേറെ ഉപ്പ് ചേർത്തില്ല, ചിക്കൻ സ്റ്റോക്കിലുള്ള ഉപ്പ് മാത്രമാണ്. അപ്പോൾ അത് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് നന്നായി മിക്സാക്കി നമുക്കിതൊന്ന് അരമണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കണം. ഇനി ഇതാ ചോറുണ്ടാക്കാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു മന്തി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് വലിയ പാത്രം തന്നെ വേണം. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, 2 കഷ്ണം പട്ട, 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 5 പീസോളം കറാമ്പൂ ഇട്ടിട്ടുണ്ട്, പിന്നെ 4 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇടുന്ന സമയത്ത് അതൊന്ന് പൊട്ടിച്ചിടണം. അതുപോലെ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ടിട്ടുണ്ട്, അതും ഒന്ന് പൊട്ടിച്ചിടണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്താലേ അതിൻ്റെ സ്മെല്ല് നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇടുന്ന സമയത്ത് നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ. അതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ നല്ല ചെറുതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ടയില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ ചോറ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു കുരുമുളക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതാ മാഗിയുടെ 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കഴുകി ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ബസ്മതി റൈസാണ്, 4 കപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഇട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കുതിർത്ത് വെക്കാതെയാണ് അരി ഇട്ടിട്ടുള്ളത്. നമ്മളിത് ജസ്റ്റ് ഒന്ന് കഴുകി അത് ഊറ്റി വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അളന്നിട്ടല്ല ഒഴിക്കുന്നത്, അരിൻ്റെ മുകളിൽ വരുന്ന വിധത്തിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. എനിക്കെല്ലാം ആ ഒരു രീതിയിലാണ് ഞാൻ അധികം ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് തേഞ്ഞില്ലെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഒഴിക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം. ഇനി നമ്മളിത് തുറന്ന് നോക്കാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ ചിക്കൻ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ ഈ ഒരു ചോറിൽ വീഴും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ല ടൈറ്റിൽ തന്നെ വെക്കണം. അപ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രില്ല് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് ഗ്രില്ല് വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് മൂടി വെക്കാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ല ടൈറ്റായിട്ട് റെഡിയാക്കിയ ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇതിൽ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം അടിയിൽ പോവണമെങ്കിൽ അതിന് ഹോൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുപോലെ നമുക്കിതൊക്കെ ഹോളാക്കി കൊടുക്കാം.
ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഓവണിലോട്ട് വേണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം. ചോറും ചിക്കനും ഒക്കെ ഓവണിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. നമ്മുടെ കയ്യിൽ ഗ്രില്ലും ഓവണും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഓൾസ് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ വെക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കനൊക്കെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ കുറച്ച് വലുതും ചെറുതും എല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വലിയ പാത്രം തന്നെ നമ്മൾ എടുക്കണം. നമ്മുടെ ആ ചിക്കൻ്റെ പീസസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വലിയ വട്ടമുള്ളത് തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും വെച്ച ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴേന്ന് ഉള്ള ആ ഒരു ആവി തട്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ വെന്ത് കിട്ടുന്നത്. അപ്പോൾ വേവില്ലാന്ന് വിചാരിക്കേണ്ട, നല്ല ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത്. അടിയിൽ പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 40-45 മിനിറ്റ് വരെ നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 45 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കാമെന്ന്. നല്ല ചൂടുണ്ട്, അതിന് ആവി വരുമ്പോൾ കൈയൊക്കെ പൊള്ളുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല ചൂടുള്ളത് തന്നെ. അപ്പോൾ ഇതാ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ആവിയൊക്കെ പറന്ന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, അതായത് ഇതുപോലെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ചിക്കനൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ചിക്കനെ ഈ ഫോയിലിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലും കുറച്ചൊക്കെ ആ ഒരു ഗ്രേവി ഉണ്ട്, ഈ ഒരു ഫോയിലിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു ഗ്രേവിയും നമ്മുടെ ചോറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഹോൾ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഗ്രേവിയെല്ലാം ഈ ഒരു ചോറിലേക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നടുഭാഗത്ത് ആ കളർ ചേഞ്ചസ് ആയിട്ട് കാണുന്നതൊക്കെ ആ ചിക്കന് വന്ന ഗ്രേവിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മുടെ ചിക്കന് ഞാനിത് ഒന്ന് എയർ ഫ്രയറിൽ കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നല്ല, അതൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കുകയാണ്. നമുക്കിത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മുടെ മന്തിക്ക് കുറച്ചൊക്കെ ഒരു ഫ്രൈ രൂപത്തിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. നമ്മുടെ ചിക്കനെല്ലാം വെന്തത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ചോറ് വിളമ്പാം. നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വിളമ്പിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ഒരു റൈസ് മിക്സ് ആക്കിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ടൊമാറ്റോൻ്റെ സോസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അധികം ആൾക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരു മന്തീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ലിങ്ക് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.